അതായത് ഒരുപാട് പേര് സൂസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ എന്ത് പഠിക്കണമെന്നറിയാതെ ഇതിനെപ്പറ്റി അറിയാത്ത പിള്ളേർ ഒരുപാട് പേര് പോയിട്ട് ഫേക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഫേക്കായിട്ടുള്ള ഏജൻറ്റിന് കാശ് കൊടുത്ത് 6-7 ലക്ഷം രൂപയൊക്കെ കൊണ്ടാണ് ഏജന്റുമാർ ഓടിയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം പോയ കപ്പൽ ഇതേപോലെ ചതിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ആദ്യത്തെ കപ്പലിൽ നമുക്കിത് അറിയാതെ കാശ് കൊടുത്ത് പോയി. ഞാൻ ഇറാനിൽ പോയി ജോയിൻ ചെയ്തു. 6 മാസം 30 വർഷം പഴക്കമുള്ള കപ്പൽ, ഏകദേശം ഡെഡ് എഞ്ചിനായിട്ടിരിക്കുന്ന ഒരു കപ്പൽ, AC ഇല്ല, ഫെസിലിറ്റീസ് ഒന്നുമില്ല, കയ്യിലിടാൻ ഒരു ഗ്ലൗസ് ഇല്ല, ഇങ്ങനെ പെട്ടുപോയതാണ്. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് 9 മാസത്തോളം ഇറാഖിൽ കപ്പൽ അറസ്റ്റായി. 9 മാസത്തോളം. ആ സമയത്ത് വാട്സാപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നെറ്റില്ല കപ്പലിൽ, SMS ജീവിച്ചിരിപ്പുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുന്നത് 2013 കാര്യമാണ്. അപ്പം അവിടെ നിന്ന് 9 മാസം ഈ ഇറാഖിൽ കപ്പൽ പെട്ട് കിടന്നു. അവസാനം 15 മാസം 1.5 കൊല്ലം ആ കപ്പൽ കിടന്ന് നരകിച്ചു. അതിലെനിക്കുണ്ടായ ഒരു ആക്സിഡന്റിൽ എൻ്റെ സ്പൈനൽ ഇവിടെ ബ്ലഡ് ക്ലോട്ടായിട്ട് 1.5 മാസമാണ് മെഡിക്കൽ കോളേജിൽ ഞാൻ വന്നിട്ട് ട്രാക്ഷൻ ഇട്ട്, അരയ്ക്ക് താപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് കിടന്നത്. എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. ആ സമയത്ത് എനിക്കെങ്കിലും സംഭവിച്ചാൽ പോലും ആരും ഇതിന് ഉത്തരവാദികളില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ITF-ഉം RPSL-ഉം ഉണ്ട്. ഏതൊരു ഷിപ്പിംഗ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഏതൊരു ഏജൻസി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും RPSL ലൈസൻസ് വേണം. അപ്പോൾ ഈ RPSL ലൈസൻസിന്റെ ഇത് കാണിച്ചിട്ടാണ് ഓരോ ഏജൻസികളും ഓരോ ഏജന്റുമാരെയും പിള്ളേരെ പറ്റിക്കുന്നത്. 1-2 ലക്ഷം രൂപയല്ല, 6-7 ലക്ഷം രൂപ കൊടുക്കാതെ ഇന്ന് കപ്പലിൽ ആർക്കും ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഒരു കാർഗോ ഷിപ്പുകളിൽ ഒരു കമ്പനിയിൽ ഒരു ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റിന് കയറാൻ പറ്റില്ല. കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ വേക്കൻസി ഇല്ലാന്ന്. എന്നാൽ പുറകിൽ കൂടെ ഏജന്റുമാർ 5 ലക്ഷം 6 ലക്ഷം മേടിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഏജന്റ് ത്രൂ പോയേ പറ്റൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് പല ഏജൻസികളും ഏജന്റുമാരും പറ്റിക്കുക. ഓരോരുത്തർ അയക്കുന്ന മെസ്സേജുകൾ, ചേട്ടാ എൻ്റെ അമ്മയുടെ താലിമാല വരെ ഞാൻ പണയം വെച്ചു, എൻ്റെ വീട് വിറ്റു, ഞാൻ പൈസ ഉണ്ടാക്കി, ഞാൻ പൈസ കൊണ്ട് കൊടുത്തു, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഞാൻ സൂസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നെ ഒന്ന് സഹായിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ അവസ്ഥയിലൂടെ തന്നെ നമ്മൾ കടന്നു വന്നതാണ്. മനസ്സിലായോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് ഓൾറെഡി പിള്ളേരെ ഈ മെയിൽ കാണിക്കുക, അതുപോലെ ഒരു കപ്പലിന്റെ പടവും അതിന്റെ നീളവും ലെങ്തും ഒക്കെ കാണിച്ചിട്ട് ഈ ദിവസം നിനക്ക് ഇവിടുന്ന് ജോയിനിങ് ആണെന്ന് പറയുക. ഇതറിയാത്ത പിള്ളേർ ഈ 2 ലക്ഷം 3 ലക്ഷം ചോദിക്കുമ്പോൾ കൊടുക്കും. കാരണം നമുക്കൊരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറണമെങ്കിൽ ഇപ്പോൾ 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഒരു കമ്പനിയിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇത് റിയാലിറ്റിയാണ്. പല കമ്പനികളും എക്സാമുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ എക്സാമുകൾ നടത്തുന്ന അതേ കമ്പനി 100% ഞങ്ങൾ കാൻഡിഡേറ്റിനെ എക്സാം ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് പരസ്യം ഇറക്കുന്ന കമ്പനികളിൽ പോലും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാശ് കൊടുത്ത ആൾക്കാരെ കയറ്റുന്നത്. 100 പേരെ വേണമെങ്കിൽ 10 പേരെ എടുക്കും, ബാക്കി 90 പേരെയും കാശ് കൊടുത്തെടുക്കുക. എല്ലാവരുടെയും കണ്ണി പൊടിയിടാനുള്ള ഒരു പരിപാടി അങ്ങനെയുണ്ട് ഇതിന്റെ പിന്നിൽ. അതാണ് ഏറ്റവും വലുത്. വിഷ്ണുവിന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയൂ. ഞാനും ഇതുപോലെ തന്നെ അറിയാതെ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു, എന്നെ ഇറാനിലേക്ക് കയറ്റി വിട്ടു. ഞാൻ ഇറാനിൽ പോയി. ഇറാനിൽ ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലിയല്ല അവിടെ ഉള്ളത്, വേറൊരു ജോലിയാണ്. ശരി, ഞാനത് ചെയ്തു, ഞാൻ ആ കപ്പലിൽ തുടർന്നു. 6 മാസം ആ കപ്പൽ ഓടി. ഓടുന്ന കപ്പലിൽ തീ പിടിക്കുകയാണ്. 30 വർഷം പഴക്കമുള്ള കപ്പലാണ്. ഞാൻ എഞ്ചിൻ റൂമിലായിരുന്നു ആ സമയത്ത്. ഓടുന്ന കപ്പലിൽ തീ പിടിക്കുക, നമ്മളെ തീ അണയ്ക്കേണ്ട അവസ്ഥയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കപ്പലിൻ്റെ എഞ്ചിൻ ഡെഡായിട്ട് എൻ്റെ നിന്ന് പോവുക. ആ ചൂടായിട്ട് തിളച്ചിരിക്കുന്ന എഞ്ചിനിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആ സമയത്ത് അതിൽ സിറിയൻസും ഈജിപ്ഷ്യൻസും ആയിരുന്നു. നമ്മൾ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ളത്. സോ നമ്മൾ അവിടുത്തെ അറിയാലോ, അടിമകളിലും അവസ്ഥയായിട്ടായിരുന്നു നമ്മളവിടെ പണിയെടുപ്പിക്കുന്നത്. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ കോൺടാക്ട് ചെയ്യാൻ പോലുള്ള മാർഗ്ഗങ്ങളില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. കാരണം തെറ്റ് ചെയ്ത് നമ്മളാണ്. ഏജൻസി വഴി ഇതേപോലെ ഇറാനിലും ഇറാഖിലും ഒക്കെ പോയി കിടക്കുന്ന അങ്ങനെ പോയതാണ്. അതിനുശേഷം ഒരു 6 മാസം കപ്പൽ ഓടി. 6 മാസത്തിന് ശേഷം കപ്പൽ ഈ കമ്പനിയുടെ തന്നെ, അതായത് 2-3 കപ്പലുള്ള ഏതോ ഒരു മാഫിയ ഓണർ എന്ന് പറയാം, ദുബായില് പോർട്ടിൽ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് 3-4 പേരും മരിച്ചു. അപ്പം അതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ട് കപ്പലുകളെല്ലാം അറസ്റ്റ് ചെയ്യാറായി. നമ്മുടെ കപ്പൽ ഏത് തുറമുഖത്ത് കയറുന്നു അവിടെ നമ്മുടെ കപ്പൽ അറസ്റ്റ്. സോ നമ്മുടെ കപ്പലിനെ കൊണ്ട് ഇറാഖിൽ ഈ ഓണറിൻ്റെ സ്ഥലത്തുകൊണ്ട് നങ്കൂരം ഇട്ടു. ഏകദേശം അറസ്റ്റ് ആയ ഒരു അവസ്ഥയിൽ നമ്മുടെ കപ്പൽ എടുക്കാൻ പറ്റാതെ 9 മാസം നമ്മൾ അതിൻ്റെ അകത്ത് കിടന്നു. ഏകദേശം 16 ദിവസത്തോളം ആഹാരമില്ല. കഴിക്കാൻ നമുക്കൊരു ബ്രെഡോ എന്തെങ്കിലും ഉണ്ടാവും, കുബൂസോ, അത് മാത്രമായിരിക്കും. കുടിക്കാൻ വെള്ളമില്ല. കുടിക്കുന്ന വെള്ളം ടാങ്ക് തുറന്ന് നമ്മൾ അതിനകത്ത് ഇറങ്ങി ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി മണ്ണടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം കുടിക്കണം.
കാരണം കപ്പൽ നമ്മൾ സീ വാട്ടർ ഫ്രഷ് വാട്ടർ ആക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ കപ്പലിൽ നമുക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള ഉണ്ടാക്കാനുള്ള വെള്ളങ്ങളെല്ലാം കിട്ടുന്നത്. പക്ഷെ അതൊന്നും ആ കപ്പലിൽ വർക്കല്ല. അങ്ങനെ കിടന്നത് 9.5 മാസമാണ് ഈ ഇറാഖിൽ കിടന്നത്. അതിനുശേഷം ഈ കപ്പലിന്റെ എല്ലാം ഓഫ് ചെയ്ത് ഈ കപ്പലിനെ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ടഗ് ബോട്ട് വന്നിട്ട് ഞങ്ങൾ ഉള്ള കുറച്ച് പേരെ ഈ ടഗ് ബോട്ടിൽ ഇറക്കി നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വരുമോന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി. ഇതേപോലെ ഇപ്പോഴും ഈ 2024 ഇപ്പോഴും ഇതേപോലെയാണ് ഇറാഖിലും ഇറാനിലും കിടക്കുന്ന പിള്ളേർ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിച്ചാ നിങ്ങൾക്കിങ്ങനെ പറ്റരുത്, നിങ്ങൾ ഏജൻസി വഴി പോയി പെടരുത്, ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറുക, സ്പോൺസർഷിപ്പ് എക്സാം എഴുതി പ്രോപ്പറായിട്ടുള്ള വേയിൽ സേഫായിട്ട് നിങ്ങൾ കയറുക. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും 1 രൂപ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും കിട്ടില്ല. എന്നെ ഒരു ചെറിയ പൈപ്പ് ലൈനുള്ളിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൈപ്പ് ലൈനുള്ളിൽ ഒരു നട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനുമായിട്ട് 20 മിനിറ്റ് ഞാൻ അങ്ങനെ വളഞ്ഞിരുന്നു ആ ഷേപ്പിൽ. എന്നെ കയ്യിൽ പിടിച്ച് അവർ വലിച്ച് പുറത്തിടുമായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെയുണ്ട്, മൂരുന്നില്ല നടു. അന്ന് ഞാൻ എങ്ങനെയോ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ടോട്ടലി ഞാൻ ബെഡിലായിപ്പോയി. അന്നൊരു ദിവസം അങ്ങനെ കിടന്ന് മരുന്നൊക്കെ വെച്ച് ചൂടൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നൂന്ന് നിൽക്കുന്നത്. അന്ന് മുതൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇമ്പോസിബിൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവർ നമ്മുടെ അവസ്ഥ തന്നെയാണ് കിടക്കുന്നത്. അവസാനം ആ വേദനയുമായിട്ട് തന്നെ 9 മാസം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആയിട്ടിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി ചെയ്യണം. 1.5 മാസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അരയ്ക്ക് താപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് ഞാൻ കിടന്നു. ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് എനിക്കുണ്ട്. ഇപ്പോഴും മാറിയിട്ടില്ല. ഇത് ലൈഫ് ലോങ് ആയിരിക്കും. ഈ കപ്പൽ ജീവിതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി. നല്ലത് മാത്രമല്ല. അതെ, കടൽ ജീവിക്ക് നല്ലത് മാത്രമല്ല പറയാനുള്ളത്.